നിങ്ങളുടെ സമയം ഇപ്പം എങ്ങനെയാണ്? നല്ല സമയമാണോ? ഇനി അഥവാ മോശം സമയമാണെങ്കിൽ തന്നെ നിങ്ങളുടെ സമയത്തെ നേരെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടിലും അതുപോലെ നമ്മളുടെ ഓഫീസിലൊക്കെ കൃത്യസമയം കാണിക്കാത്ത ക്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് ശരിയാക്കി വെക്കുക. വാച്ചുകളും ക്ലോക്കുകളൊക്കെ ശരിയാക്കി വെക്കുക. ഒരു കാരണവശാലും കേട് വന്ന് വർക്ക് ചെയ്യാത്ത വാച്ചും ക്ലോക്കൊന്നും വീട്ടിലോ ഓഫീസിലോ എവിടെയും വെക്കരുത്. ഇന്ന് തന്നെ അത് ക്ലിയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ സമയം നേരെയാക്കുന്നതിനായിട്ട് സൈക്കോളജിക്കലായിട്ട് മാനിഫെസ്റ്റേഷനിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. വളരെ പവർഫുള്ളാണ് ഈ ഐഡിയ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വാച്ച്, റിസ്റ്റ് വാച്ച്, അതിനെക്കുറിച്ചാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതായത് അത് എന്തെങ്കിലും മെറ്റലുള്ള, അതായത് സിൽവർ അല്ലെങ്കിൽ ഗോൾഡൻ കളറുള്ള ഒരു വാച്ച് ഉപയോഗിക്കാം. ആണുങ്ങളായതുകൊണ്ട് വലിയ ഡയലുള്ള വാച്ച് വേണം ഉപയോഗിക്കാൻ ഈ മാനിഫെസ്റ്റേഷന്. ഇതിൽ അക്കങ്ങൾ എഴുതിയ 1, 2, 12, 1, 2 ഇങ്ങനെ എഴുതിയ അക്കങ്ങൾ എഴുതിയ വാച്ച് തന്നെ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വാച്ച് എങ്ങനെയാണ് നമ്മുടെ മാനിഫെസ്റ്റേഷനിലേക്ക് നയിക്കുന്നതെന്നാണ്. അതായത് നമ്മൾ ഈ വാച്ച് കയ്യിൽ കെട്ടുമ്പോൾ തന്നെ നമ്മളൊരു കോൺഷ്യസ്നെസ് ഉള്ളിലോട്ട് കൊടുക്കുകയാണ്. എന്താണ് ആ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സമയം ഇതാ നന്നാവുകയാണ്, ഈ വാച്ച് കിട്ടിയത് മുതൽ എൻ്റെ സമയം നേരെയാവുകയാണ് എന്നുള്ളൊരു കോൺഷ്യസ്നെസ്സിനോട് കൂടിയിട്ട് നമ്മൾ വാച്ച് കയ്യിൽ കെട്ടുകയാണ്. അപ്പോൾ അങ്ങനെ വാച്ച് കെട്ടിയതോട് കൂടിയിട്ട് നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് ആ ചിന്ത പോവുകയും എപ്പോഴൊക്കെയാണോ നമ്മൾ ഈ വാച്ച് നമ്മുടെ കയ്യിൽ കാണുന്നത് അപ്പോഴൊക്കെ നമ്മൾ ആ ചിന്ത ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാവുന്ന ഭാഷയാണ് ഇമേജ്, ഇമോഷൻസ്, റിപ്പിറ്റേഷൻസ്. ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട്. കാരണം വാച്ച് ഒരു ഇമേജ്, അതായത് ഞാൻ ആ നമ്പർ എഴുതിയ വാച്ച് തന്നെ വേണമെന്ന് പറഞ്ഞ് ഇമേജുകൾ പെട്ടെന്ന് നമ്മൾ ഉപബോധ മനസ്സ് ക്യാച്ച് ചെയ്യും. അതുപോലെ ഇമോഷൻ, ഒരു കോൺഷ്യസ്നെസ് ആണ് നമ്മൾ ആദ്യം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. എൻ്റെ സമയം നന്നാവുകയാണെന്നൊരു കോൺഷ്യസ്നെസ് സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മളെ വാച്ച് കിട്ടുന്നത്. അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ആ വാച്ച് കാണുമ്പോഴും നമ്മുടെ ഉപബോധ മനസ്സ് മനസ്സിലാക്കുന്നത് എൻ്റെ സമയം നന്നായി എന്നുള്ളതാണ്. അത് പലതവണ റിപ്പീറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഇനി വേറൊരു കാര്യം കൂടി ചെയ്യുക. സാധാരണ പുരുഷന്മാർ ഇടത് കയ്യിലാണ് വാച്ച് കിട്ടുക, സ്ത്രീകൾ വലത് കയ്യിൽ. ഇത് മാറ്റി ഒന്ന് കെട്ടി വെക്കുക. നിങ്ങൾ ഏത് കയ്യിലാണോ ഇപ്പോൾ വാച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്നത് അത് മാറ്റി ഓപ്പോസിറ്റ് കയ്യിലോട്ട് വാച്ച് കെട്ടുക. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊട്ടും കംഫർട്ടല്ല. ഇപ്പം സാധാരണ ഇടത് കയ്യിൽ വാച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വലത് കയ്യിൽ വാച്ച് കെട്ടുന്നത് കംഫർട്ടല്ല. അങ്ങനെ ആ കംഫർട്ട് അല്ലാത്തൊരു കാര്യം നമ്മൾ ബ്രെയിനിനെ കൊണ്ട് കംഫർട്ട് ആക്കി എടുക്കുകയാണ്. അതിന് കുറച്ച് സ്ട്രെയിൻ ബ്രെയിൻ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാൻ ഉള്ള ഒരു പ്രവണത അവിടെ ഉണ്ടാവുന്നു. രണ്ടാമത്, പലരും നമ്മളോട് ചോദിക്കുന്നത് ഈ കൈക്ക് എന്താ വാച്ച് കെട്ടിയിരിക്കുന്നത്, ഈ കൈക്ക് എന്താ വാച്ച് കെട്ടിയിരിക്കുന്നത്. പലതവണ അത് നമ്മളുടെ ഉള്ളിൽ തന്നെ, അവരോട് നമ്മൾ എന്ത് ആൻസർ പറഞ്ഞാലും ശരി, നമ്മൾ നമ്മുടെ ഉള്ളിൽ കൊടുക്കുന്ന ആൻസർ എൻ്റെ സമയം നന്നായി എന്നുള്ള റിപ്പീറ്റേഷനാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സമയം നന്നാക്കാൻ